ഫലങ്ങളാൽ തിരിച്ചറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വാക്യം. അത് ഫലത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം വെളിപ്പെടുകയാണ്. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിരിപ്പഴവും പറിക്കുമാറുണ്ടോ? ഫലങ്ങളാൽ തിരിച്ചറിയണം. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ആളുകളെ തിരിച്ചറിയുന്നത് വരങ്ങളാൽ ആകുന്നു, അല്ലേ? ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ പേര് പറയൂ, ഒരു ദൈവദാസിയുടെ പേര് പറയൂ. അവരെ നമ്മൾ അറിയുന്നത് അവരുടെ പ്രസംഗമോ പ്രവചനമോ കേട്ടിട്ടാണ്, അവരുടെ ഫലം കണ്ടിട്ടല്ല. ഫലം കാണണമെങ്കിൽ അടുത്തിടപെടാതെ പറ്റില്ല. വൃക്ഷത്തിന് വരമില്ലല്ലോ, ഫലമല്ലേ ഉള്ളൂ. എന്നാൽ നമുക്ക് വരവുമുണ്ട്, ഫലവുമുണ്ട്. വരം കർത്താവ് തന്നതാണ്, ഫലം നമ്മിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അപ്പോൾ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ആരാണെന്ന് സമൂഹം മനസ്സിലാക്കുന്നത് നമ്മളുടെ സ്വഭാവം അവർ കാണുമ്പോഴാണ്. എന്നാൽ പ്രസംഗം കേൾക്കുമ്പോൾ നല്ലതായിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മളുമായിട്ട് ഇടപെടുമ്പോഴേ നമ്മുടെ സ്വഭാവം അറിയാൻ പറ്റുള്ളൂ. ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസികൾക്ക് സംഭവിച്ചിരിക്കുന്ന അപജയങ്ങളിലൊന്ന് ഇതല്ലേ? നമ്മോട് അടുത്തിടപെടുമ്പോൾ ആളുകൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല വെളിപ്പെടുന്നത്. വിശേഷാൽ വലിയ ശബ്ദകോലാഹലത്തിൽ പ്രസംഗിക്കുന്ന പലരുടെയും ജീവിതത്തോടടുത്ത് വരുമ്പോൾ പ്രസംഗവുമായിട്ട് ബന്ധമില്ലാത്ത ജീവിതം അവർ നയിക്കുന്നത് പോലെ തോന്നുന്നു. ഇത് കള്ളപ്രവാചകന്മാരെയും കൂടെ ഉദ്ദേശിച്ചാണ് കർത്താവ് പറയുന്നത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് കയറിയതിനാൽ ഫലത്തെക്കുറിച്ച് ഒന്നുകൂടെ ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആത്മാവിൻ്റെ ഫലം എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്. നമ്മുടെ സ്നേഹം, നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, നമ്മുടെ സൗമ്യത, നമ്മുടെ ദീർഘക്ഷമ, നമ്മുടെ പരോപകാരം, നമ്മുടെ വിശ്വസ്തത, നമ്മുടെ സൗമ്യത. ലോകം കാണട്ടെ, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് ഫിലിപ്പിയ ലേഖനത്തിലും നാം വായിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ തിരിച്ചറിയുന്നത് ഞങ്ങളുടെ ഫലത്തിലൂടെയാണ് എന്ന് അവിടുത്തെ വചനത്തിൽ വായിച്ചതിനാൽ ആ വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.